ഹലോ! ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു പാക്കാണ്. നല്ല പാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് മൂക്കിൻ്റെ ഭാഗത്തുണ്ടാവാം. ഇവിടെ ഇവിടെ ഇങ്ങനെ കുറച്ച് ഭാഗത്ത് അങ്ങനെ 2 കവളത്ത്, നെറ്റീമെ നമുക്ക് എന്തൊക്കെ പാക്ക് ചെയ്തിട്ടായാലും ആ ഒരു സാധനം മാറില്ല. നമ്മൾ എന്തൊക്കെ നമ്മളതിന് ട്രീറ്റ്മെൻറ്റ് എടുത്താലും നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് പറ്റണില്ല എന്നുള്ളത് കുറേ പേര് ഇത് ചെയ്യാൻ എന്താ ചെയ്യുക ചേച്ചീന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി പേര് എനിക്ക് മെസ്സേജും അതുപോലെ തന്നെ എന്നെ കാണുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് നമുക്കറിയാലോ എന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇതിൽ നമുക്ക് ആയുർവേദത്തിൽ നമുക്ക് സിമ്പിൾ ഒരു പാക്ക് ഉണ്ട്. സിമ്പിൾ എന്ന് വെച്ചാൽ രണ്ട് ഐറ്റംസ് മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്ത് ഒരു മാസം കൊണ്ട് നമ്മുടെ മുഖത്തുണ്ട് ആ പിഗ്മെൻറ്റേഷൻ മാറ്റി മുഖം നല്ല ക്ലിയർ ആക്കി നല്ല കളറൊക്കെ കൊണ്ടുവരാനായിട്ടും ഇത് വരുമ്പോൾ നമ്മുടെ മുഖത്തെ കളർ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ മാറിപ്പോയിട്ടുണ്ടാവും. പക്ഷേ ഈ നമ്മളിപ്പോൾ ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് അല്ല, ഒരു പാക്കാണ്. അത് നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു ദിവസം 2 ദിവസം ചെയ്തിട്ട് മടി പിടിച്ചിരിക്കാൻ പാടില്ല. പറയുന്ന രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും, നല്ല മാറ്റം. ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഞാനൊരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ അവരെന്നെ വിളിച്ചറിയിച്ചപ്പോൾ എന്തായാലും ഞാനൊരു വീഡിയോ എടുക്കാനുള്ള പരിപാടിക്ക് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യേണ്ട കാര്യം. പക്ഷേ ഇപ്പോൾ ഒന്നുകൂടി പറയണത് ഒത്തിരി പേർക്ക് വീണ്ടും വീണ്ടും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ്. നമ്മുടെ പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഇട്ട് കാണിച്ചു തന്നിട്ട് എൻ്റെ ഇത് പോയി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. എൻ്റെ മുഖത്ത് അങ്ങനത്തെ ഇതുവരെ വന്നിട്ടില്ല, വരുമോ എന്നുള്ളത് അറിയില്ല. അത് നമ്മുടെ ഹോർമോണിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ട് വരുന്ന ഒരു മാറ്റമാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ആയുർവേദ പച്ചമരുന്ന് കടയിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു സാധനം മേടിക്കാൻ കിട്ടും. അധികം വിലയൊന്നുമില്ല, ആകെ 20 രൂപ 30 രൂപ മാക്സിമം ഒരു പാക്കറ്റിനുള്ളൂ കേട്ടോ. മഞ്ചിഷ്ട പൊടി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു സാധനം. അതിങ്ങനെ ഒരു നീളത്തിലൊരു വടി പോലത്തെയാണ്. അതൊന്നും മേടിച്ച് നമ്മൾ പൊടിക്കാൻ നിൽക്കണ്ട. അതിൻ്റെ പൊടി നമുക്ക് നല്ല പച്ചമരുന്ന് കടയിൽ, അങ്ങാടി കടയിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. എല്ലാവരുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടാവും. ഒരു പ്രദേശ സെൻറ്ററിലൊക്കെ ഒരു പച്ചമരുന്ന് കട ഇല്ലാതിരിക്കില്ല. അപ്പോൾ അവിടെ നിന്ന് മേടിക്കുക. നമ്മുടെ തേൻ രണ്ടും കൂടി നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. അത് മൊത്തം മുഖത്ത് കിട്ടുള്ളൂ കേട്ടോ. അതങ്ങനെ അങ്ങനെ ഇടാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഒരു കളറ് മാറിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യത്യാസം ആ മുഖത്ത് കാണിക്കും. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഭാഗത്ത് ഒരു ഇരുണ്ട് നിൽക്കണ്ടെന്ന് വെച്ചിട്ടാണ് പറഞ്ഞത്. ഇതൊരു 20 മിനിറ്റ് നേരം നമ്മുടെ മുഖത്തിടുക, സാധാ വെള്ളത്തിൽ കഴുകി കളയുക. അപ്പോൾ മഞ്ചിഷ്ടാപ്പൊടിയും തേനും നല്ല തേൻ നോക്കിയിട്ട് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ തേൻ ഇഷ്ടമില്ല, തേൻ കിട്ടാനില്ലെങ്കിൽ പച്ചപ്പാലിൽ നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് മുഖം കഴുകി വൃത്തിയാക്കുക കേട്ടോ. അത് ഒരു കാര്യം, പാക്കായിട്ട് ഇടുന്ന കാര്യം. പിന്നെ നമുക്ക് വൈകുന്നേരങ്ങളിലും ഈ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്തു കൊടുത്താലാണ് നമ്മൾ വിചാരിച്ചൊരു റിസൾട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. കുങ്കുമാതി തൈലം എന്നുള്ളത് കേട്ടിട്ടുണ്ടാവും അല്ലേ? നമുക്ക് കുറേ പരസ്യങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുങ്കുമാതി തൈലം കേട്ടിട്ട് ഇത് ഞാൻ ഉപയോഗിക്കാൻ തന്നെയാണ് കേട്ടോ. അപ്പം വെറുതെ ജസ്റ്റ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തിടുന്നതാണ് നൈറ്റിൽ. ഇപ്പോൾ ക്രീമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ മാറി മാറിയൊക്കെ നമ്മളങ്ങനെ ഇടും. ഈ കുങ്കുമാതി തൈലം ഇതും നമുക്ക് അങ്ങാടി കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇത്തിരി വിലയുണ്ട്. നമുക്ക് ഈ ഒരു ചെപ്പിന് തന്നെ 250 രൂപ വിലയുണ്ട്. പക്ഷേ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. അപ്പോൾ ആ പാക്കും ഈ ഒരു കാര്യം കൂടി ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ നാൽപ്പാമരാതി വെളിച്ചെണ്ണയല്ല തൈലം ഇട്ടത് വായിക്കാനായിട്ട് ഇപ്പം നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കാണുക. നാൽപ്പാമരാതി തൈലം, വെളിച്ചെണ്ണയല്ല തൈലം. ഇതാണ് നമ്മൾ മുഖത്തേക്കൊക്കെ തേക്കാൻ എടുക്കണ സാധനം. ഇത് രണ്ടും തുല്യ അളവിൽ, ഇതിപ്പോൾ ഒരു 3 ടീസ്പൂൺ അളവിൽ നമ്മൾ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും 3 ടീസ്പൂൺ അളവിലെടുക്കുക. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വെക്കുക. ഇത് അധികം ഒന്നല്ല, കുറേ കോരി വീഴ്ത്താനൊന്നുമല്ല. അത് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. ഇതേപോലത്തെ ഒരു ചെപ്പൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തുള്ളി പോലെയൊക്കെ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും അല്ലേ? അങ്ങനെ എടുത്ത് ഒരു 3 തുള്ളിയുടെയൊക്കെ ആവശ്യം വരുള്ളൂ. ഇത് നമ്മുടെ മുഖത്ത് നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചെറിയ രീതിയിലൊരു മസാജ് കൊടുക്കുക. എന്നിട്ട് 1 മണിക്കൂർ, അത് ഇറിറ്റേഷൻ പോലെ നിങ്ങൾക്ക് വൈകുന്നേരം കിടക്കുമ്പോൾ അങ്ങനെ തോന്നുവാണെങ്കിൽ അത് ജസ്റ്റ് 1 മണിക്കൂറിന് ശേഷം ചെറുപയർ പൊടിയിലും അല്ലെങ്കിൽ ഉലുവ പൊടിച്ചിട്ടുള്ള പൊടിയിൽ അങ്ങനെ മുഖം കഴുകി വൃത്തിയാക്കുക. ഇല്ലെങ്കിൽ നല്ല ചെറിയ നമ്മുടെ ഫേസ് വാഷ് ഉണ്ടല്ലോ, അധികം വീര്യം കൂടിയതൊന്നുമല്ല, അങ്ങനത്തെ മേടിക്കുക. അതിൽ മുഖം കഴുകി വെടുപ്പാക്കുക. ഏറ്റവും നല്ലത് നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ ചെറുപയറിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ മുഖം കഴുകി എടുക്കാൻ വേണ്ടു. ചെറുപയർ പൊടി നല്ല ആ ഒരു എണ്ണമഴിക്കനെ മാറ്റിയെടുക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഡ്രൈ ആക്കി കൊണ്ടുവരില്ല. അപ്പോൾ ഉലുവാപ്പൊടിയും ചെറുപയറും കൂടി മിക്സ് ചെയ്തിട്ട് ആ പൊടി രണ്ടും കൂടി ചെയ്യാൻ പറയുന്നത്. ഉലുവ നമുക്ക് നമ്മുടെ സ്കിന്നിന് വളരെയധികം ഗുണം ചെയ്യണ ഒന്നാണ്. അപ്പോൾ മുഖത്തിന് വേറെ ദോഷങ്ങൾ വരാത്തത് കൊണ്ടാണ് ആ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞത് കേട്ടോ.
ഇത് മുഖത്തിട്ട് കിടക്കാൻ ഇഷ്ടമുള്ളവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അതങ്ങനെ മുഖത്തിരുന്നുകൊണ്ട് ഒരു ദോഷം വരാൻ പോലില്ല. അപ്പോൾ നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ നിങ്ങൾക്ക് 1 മാസം കൊണ്ട് കറക്റ്റായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. ഞാനിത് ഇട്ട് കാണിച്ചു തരാഞ്ഞത് നമ്മുടെ മുഖത്ത് അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ എല്ലാ പേക്കും എൻ്റെ മുഖത്ത് തന്നെയാണ് നിങ്ങൾക്ക് ഇട്ട് റിസൾട്ട് കാണിച്ചു തരാറുള്ളത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ അത് കമൻറ്റിൽ വന്ന് പറഞ്ഞോളൂ കേട്ടോ. എന്തായാലും 1 മാസം അടുപ്പിച്ച് ചെയ്യണം, മുടങ്ങാതെ ചെയ്യണം, മടി പിടിച്ചിരിക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.